ഇപ്പോൾ CSK എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നിലനിൽക്കാനുള്ള സുപ്രധാന കാരണങ്ങളിൽ ഒന്ന് ധോണിയാണ്. അപ്പോൾ അദ്ദേഹം പടിയിറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് പകരം റീപ്ലേസ് ചെയ്യാൻ ഒരാൾ ഉണ്ടാവുക. അങ്ങനെയാണ് സഞ്ജു സാംസന്റെ വരവ്. പിന്നെ ഇവരുടെ നിരയിലേക്ക് നമ്മളിങ്ങനെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ അവർ യങ് ടാലൻറ്റുകളെ ആശ്രയിക്കാൻ ഉള്ള യങ് ടാലൻറ്റുകളെ കൊണ്ട് പുതിയൊരു കാലത്തെ അവർ മുന്നിൽ കാണുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചന റോബിൻ ഉത്തപ്പയൊക്കെ പറയുന്നുണ്ട്. ഈ ഓപ്ഷൻ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ധോണി എറ അവസാനിക്കുന്നു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഡെഫിനറ്റ്ലി നോട്ട് ഓക്കെ എന്നൊരു വർത്തമാനം ധോണിയിൽ നമ്മൾ കേൾക്കില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ അവർ നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ആരിസ് പറഞ്ഞതുപോലെ 2 യങ് ടാലൻസ്, അതായത് അവർക്ക് 14.2 കോടി, അതായത് 28 കോടി രൂപയോളം അവർക്കാണ് CSK ചെലവഴിച്ചത്. അത് ഒരു പോസിറ്റീവായിട്ട് മാറുമോ, അല്ലെങ്കിൽ അത്രയും പൈസക്ക് അവർ മൂല്യമുണ്ടോ എന്നുള്ളതൊരു ചോദ്യം ഇപ്പം സോഷ്യൽ മീഡിയയിലേക്ക്. തീർച്ചയായും. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിനകത്ത് തന്നെ ബേസ് പ്രൈസിന് വിറ്റുപോയ കുറേ അധികം താരങ്ങളുണ്ട്. ഇപ്പോൾ പിന്നെ ഡേവിഡ് മില്ലർ, അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് താരങ്ങൾ, ഇപ്പോൾ ബെൻ ഡക്കറ്റ്, അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ ലോക ക്രിക്കറ്റിലെ വലിയ പേരുകളായ കുറേയധികം താരങ്ങൾ ബേസ് പ്രൈസിന് വിറ്റ് പോകുന്നുണ്ട്. ഒരു 5 വർഷം മുമ്പത്തേക്ക് CSK ആണ് എന്നുണ്ടെങ്കിൽ അനുഭവ സമ്പത്തിന് പ്രാധാന്യം കൊടുത്ത് ഇവരുടെയൊക്കെ ജെയ്സൺ ഹോൾഡറിന്റെ പുറകിൽ ഇവരുണ്ടായിരുന്നു കുറച്ച് സമയം വരെ ഈ ഓപ്ഷനിൽ. പക്ഷേ ഒരു ഘട്ടത്തിൽ ജെയ്സൺ ഹോൾഡറിനെയും അവർ ഉപേക്ഷിക്കുകയാണ്. എന്നിട്ട് യങ് ടാലന്റുകളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിന് സ്റ്റീഫൻ ഫ്ലെമിംഗ് കാരണമായി പറയുന്നത് അനുഭവ സമ്പത്തിനേക്കാൾ മോഡേൺ T20 മാറിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങൾ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടു. ഇപ്പോൾ ആയുഷ് മാത്രം ബെഞ്ചിലിരിക്കുമ്പോൾ ആയുഷ് മാത്രം ആരാണെന്ന് പോലും പലർക്കും അറിയില്ലായിരുന്നു. പക്ഷേ അവർ തോറ്റു തുടങ്ങിയ സമയത്താണ് ഇങ്ങനെയുള്ള ചില താരങ്ങളെ പരീക്ഷിച്ചു തുടങ്ങി. 188 സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് വീശിയത്. ഡവാൾഡ് ബ്രവിസ് 180 സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് വീശിയത്. ഉർവിൽ പട്ടേലിന് അധികം അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ കിട്ടിയ അവസരങ്ങളിലൊക്കെ അദ്ദേഹം മനോഹരമായി ഡെലിവറി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കുറേ യങ് ടാലന്റുകൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ രാഹുൽ ത്രിപാഠി അവിടെ ഡെലിവറി ചെയ്തിട്ടില്ല, വിജയ് ശങ്കർ ഡെലിവറി ചെയ്തിട്ടില്ല, അങ്ങനെ തുടങ്ങിയിട്ട് അവരൊക്കെ അവർ വിറ്റടിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മോഡേൺ T20 മാറിയിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് അവരെത്തുന്നു. കൊണ്ടുവന്ന താരങ്ങൾ ഡെലിവറി ചെയ്യോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നെയുള്ള ചോദ്യമാണ്. പക്ഷേ T20 ക്രിക്കറ്റിന്റെ മാറ്റം അവർ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നു. അതിൽ ആയുഷ് മാത്രയുടെ പേര് നമ്മൾ എടുത്തു പറഞ്ഞാൽ മതിയുള്ളൂ. ഒരു ഭാവിയിലൊക്കെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലൊക്കെ ഒരു സ്ഥിര സാന്നിധ്യമായി കാണാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ 18 വയസ്സുള്ള ഒരു മനുഷ്യനാണ്. ഇനിയും പ്രായമാരുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 30 വയസ്സിന് താഴെയുള്ള 16 പേർ ആ ടീമിനകത്ത് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അവരതിനെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്.